നിങ്ങൾ ഇങ്ങനെ കിടന്ന് കൂവി വിളിക്കരുതെന്നാണ് പറയുന്നത്. അർദ്ധരാത്രി സമയത്ത് കൂവി വിളിക്കുന്നത്? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? മിസ്റ്റർ, 24 മണിക്കൂറും നിർത്താതെ പ്രാക്ടീസ് ചെയ്താലും ഈ പോപ്പ് മ്യൂസിക്കിന്റെ 10 പഠിക്കാൻ ഒക്കില്ല. ഇത് നിങ്ങളുടെ ശാസ്ത്രീയ സംഗീതം എന്ന് വിചാരിച്ചോ? സരിഗമ പദനി എന്ന 7 അക്ഷരങ്ങൾ എടുത്ത് ഓരോ സ്വരവും നീട്ടിവലിച്ച് മണിക്കൂറുകൾ കുത്തിയിരിക്കാൻ? ആഫ്റ്റർ ഓൾ നിങ്ങളുടെ മ്യൂസിക്കിലെ കുടുകൂടി സംഗീതമാണെങ്കിൽ 1 മിനിറ്റിൽ പഠിക്കാവുന്നതാണ്. എന്നാൽ നമ്മുടെ മ്യൂസിക് അങ്ങനെയല്ല. ഇറ്റ്സ് ആൻ ഓഷ്യൻ. മേജർ സ്കെയിൽ, മൈനർ സ്കെയിൽ, എഫ് മേജർ. ABCD അറിയാൻ പാടില്ലാത്തവരോട് ഇതൊക്കെ പറയുന്നത് എന്തിനാടാ? കേട്ടോ ശാസ്ത്രികളെ, സാപ്പാസാബ് തെലുങ്കിൽ പാടിക്കൊണ്ട് പോയാട്ടെ. സ്ഥലം വിട്. അത്ര കഷ്ടമാണെന്നോ ആ സംഗീതം? കഷ്ടാൽ കഷ്ടമാണ്. ഇതിൽ 3 സ്വരം വരണമെങ്കിൽ നിങ്ങൾ 3 ചെരുവം വെള്ളം കുടിക്കണം. അങ്ങനെയും ശരിയൊന്ന് കേൾക്കട്ടെ, നോക്കാം. നമ്മുടേത് സാ പാസ തെലുങ്ക് സംഗീതം എന്നല്ലേ? ഇനി ഞാനൊരു ചെറിയ രാഗം പാടാം, കാണട്ടെ. Hereafter, don't be silly, stupid and childish. Music is divine, whether it is Western or Indian. സംഗീതത്തിന് ഭാഷാഭേദവും ദേശവ്യത്യാസവും ഉണ്ടാവില്ല. അതൊരു അനന്തമായ അമൃതവാഹിനിയാണ്. ഏതു ജാതിയായാലും, ഏതു മതമായാലും, ഏതു ദേശമായാലും ആ ജീവധാരയിൽ ദാഹം തീർത്തുകൊള്ളണം. ഒരു ടൈപ്പിലുള്ള സംഗീതം ശ്രേഷ്ഠമെന്നും മറ്റൊരു ടൈപ്പിലുള്ള സംഗീതം അധമമെന്നോ നിർണയിക്കുന്നതിന് നാം ആരാണ്? നമ്മുടെ പ്രാചീന സംഗീതത്തിൽ സമ്പ്രദായങ്ങളിൽ അവഗാഹം നേടാൻ നോക്കാതെ അതിനെ അവഹേളിക്കുന്നതാണ് സ്നേഹിത മൂർഖത്വം. ഭാരതീയ സംഗീതത്തിന്റെ ഔത്കൃഷ്ടത്തെക്കുറിച്ചറിഞ്ഞ് വിദേശീയർ വന്ന് ഈ പുണ്യഭൂമിയിൽ ആ പ്രണവനാദം സാധകം ചെയ്തു വരുമ്പോൾ ഈ ഭൂമിയിൽ പിറന്ന മനുഷ്യർ മാത്രം ഇങ്ങനെ നമ്മുടെ നാടിന്റെ സംഗീതത്തെ നിന്ദയോടെ നോക്കുന്നത് പെറ്റ തായെ ദുഷിക്കുന്ന പോലെ തെറ്റാണ്, ദ്വേഷിക്കുന്ന പോലെ പാപമാണ്.